ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം സുവിശേഷ വേലയ്ക്കുള്ള അനോജ്യമായ കാലഘട്ടമാണ്. ലോകമെങ്ങും രോഗത്തിൻ്റെയും അസ്വസ്ഥതകളുടെയും ഭീകരത തേടിയ നടുവിൽ നിൽക്കുമ്പോൾ ശാന്തിയും സമാധാനവും നൽകി ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി അവതരിച്ച ഈശോയെ പരിചയപ്പെടുവാനുള്ള സമയമാണ് ഇത്. ഇന്ന് മനുഷ്യന് സമ്പത്തുണ്ട്, പക്ഷേ സമാധാനമില്ല. സ്വാധീനമുണ്ട്, പക്ഷേ സുരക്ഷിതത്വ ബോധമില്ല. സ്ഥാനമാനങ്ങളുണ്ട്, എന്നാൽ നിരാശയാണ് ഫലം. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഈശോ നൽകുന്ന ശാന്തിയും സമാധാനവും ഒരു വ്യക്തി അനുഭവിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകത. ഈശോ സമാധാനമാണ്. ഈശോ ലോകരക്ഷകനാണ്. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പറയുമ്പോൾ കർത്താവ് രക്ഷകനുമായ ഈശോയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ആരാണ്? നമ്മളല്ലേ? മാമോദീസ ശിരസിൽ വീണ ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ് രക്ഷകനായ ഈശോയിലേക്ക് സകല ജനതകളെയും എത്തിച്ചേർക്കുക എന്നത്. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? പേരിന് മാത്രം ക്രിസ്ത്യാനിയായിരിക്കാതെ അവിടുത്തെ വചനം പാലിച്ച് നാം ജീവിക്കുമ്പോൾ നമ്മെ കാണുന്നവർ പറയും, അതാ മറ്റൊരു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് സഭ തളരാതെ തകരാതെ മുന്നേറാൻ കാരണം ഇത് പണിമുയർത്തിയത് മനുഷ്യ കരങ്ങളാലല്ല, ദൈവത്തിൻ്റെ കരങ്ങളാലാണ്. അതിനാൽ സഭയോട് ചേർന്ന്, വചനത്തോട് ചേർന്ന്, മിശിഹായോട് ചേർന്ന് ഈ ലോകത്ത് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുക. ഈശോയാണ് ഏകരക്ഷകൻ, ഈശോയാണ് ലോകരക്ഷകൻ.